ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വന സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ മീനാക്ഷി നമ്മുടെ ആകാശിനോട് ചില സംശയങ്ങളൊക്കെ പറയാണ്. ദേവിയെടുത്തി ആനന്ദിട്ട് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആകാശ് പറഞ്ഞത് നിനക്ക് വട്ടാണോ, അവർ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല, പിന്നെ ആ കുഞ്ഞ് നഷ്ടപ്പെട്ടത് രണ്ടുപേരുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും അവർ കുറച്ച് വിഷമത്തിലും ഡള്ളിലൊക്കെ ആയിട്ട് നടക്കുന്നത്, അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ വേറെ പ്രശ്നമൊന്നും അവരുടെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ആകാശ് പറയുമ്പോൾ മീനാക്ഷി പറയണ്ട, പക്ഷെ എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്, അവർ തമ്മിൽ എന്തൊക്കെയോ വലിയ പ്രശ്നമുള്ള പോലെ എനിക്ക് തോന്നാണ് ആകാശ്. നമ്മൾ ഒരു കാര്യം ആനന്ദേട്ടന് എന്തൊക്കെയോ ഒരു ഇഷ്ടക്കുറവ് ദേവി എടുത്തിട്ടുണ്ട്, ചിലപ്പോൾ ദേവി എടുത്ത് കാരണമായിരിക്കാം ആ കുഞ്ഞ് നഷ്ടപ്പെട്ടത് എന്നുള്ളൊരു ദേഷ്യം ദേവി എടുത്തിട്ട് തീർക്കുന്നുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് എന്ന് മീനാക്ഷി പറയുമ്പോൾ ആകാശ് പറയണ്ട, ഇനിയിപ്പോൾ നീ എന്താ ഉദ്ദേശിക്കണമെന്ന് ചോദിക്കുമ്പോഴേക്കും അല്ല, ശരിക്കും പറഞ്ഞാൽ ദേവി എടുത്ത് കാരണമല്ലല്ലോ ആ കുഞ്ഞ് നഷ്ടപ്പെട്ടത്, ആ കുഞ്ഞ് നഷ്ടപ്പെടാൻ യഥാർത്ഥ കാരണം അവനാണല്ലോ, ആ ആലോക്, ആ സത്യം ഇനി ആനന്ദേട്ടടുത്ത് മാത്രമായിട്ട് മറച്ചു വെക്കേണ്ട കാര്യമുണ്ടോ, നമുക്ക് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ, അങ്ങനെ സത്യം തുറന്നു പറയുകയാണെങ്കിൽ ദേവിയെടുത്തടുത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ദേഷ്യം ആനന്ദേട്ടനുണ്ടെങ്കിൽ അതങ്ങോട്ട് പോയി തീരുമല്ലോ എന്ന് പറയണം. ഇത് കേൾക്കുന്ന ആകാശ് പറയണ്ട്, അല്ല നീ പറഞ്ഞത് ശരി തന്നെയാണ്, പക്ഷെ ഒരു കാര്യം, ഈ പറഞ്ഞ ദേവിയെടുത്തേക്കും ആനന്ദേട്ടനും തമ്മിൽ ഒരു ദേഷ്യമോ പ്രശ്നമോ ഒന്നും ഇല്ലെന്നിരിക്കട്ടെ, ആ സമയത്ത് നമ്മൾ ഇതുപോലത്തെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ആനന്ദേട്ടന്റെ സ്വഭാവം നിനക്ക് അറിയാത്തോണ്ടായി ഇപ്പോൾ ശാന്തനായിട്ടും ഭയങ്കര പാവമായിട്ടൊക്കെ ഇരിക്കും, പക്ഷെ ഒരാൾക്ക് പകയോ ദേഷ്യമോ വെറുപ്പോ തോന്നിക്കഴിഞ്ഞാൽ ആളുടെ സ്വഭാവം അങ്ങ് മാറും, നേരെ ജയിലിലാന്ന് പോയി നോക്കണ്ട, ആലോകിന് എന്താ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് പറഞ്ഞത് ആനന്ദേട്ടന്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയില്ല, ഇപ്പൊ എന്തായാലും ഈ കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മീനാക്ഷിനെ സമാധാനിപ്പിക്കുകയാണ് ആകാശ്. അവർ തമ്മിൽ പ്രശ്നമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ റൂമിൽ കയറുന്ന ദേവി ആനന്ദ് ഭയങ്കര ഭയങ്കര പൊരിഞ്ഞടിയാണെന്ന് ഇവർക്ക് ആർക്കും അറിയില്ലല്ലോ. ദേവി എടുത്തെടുത്ത് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും, അതായത് ഇനി വരാൻ പോകുന്ന ഭാഗമാണ് ഞാൻ പറയാൻ പോണേ കേട്ടോ, മീനാക്ഷി മാത്രം ദേവി എടുത്ത് കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കുന്നത് കേട്ടോ, മീനാക്ഷിയുടെ മാത്രമാണ് സത്യങ്ങളൊക്കെ തുറന്ന് പറയണതും ദേവി. അങ്ങനെ ദേവിയെടുത്ത് മീനാക്ഷി ചോദിക്കുന്നുണ്ട്, ദേവിയെടുത്തി എനിക്ക് ദേവിയെടുത്തിയായിട്ട് ഒന്ന് പുറത്ത് വരെ ഒന്ന് പോകണം, ദേവിയെടുത്ത് വരാവോ എന്ന് ചോദിക്കുകയാണ്. ഇത് ഞാൻ തമിഴിലെ ഭാഗമായിട്ട് പറയണത്. അങ്ങനെ ദേവി മീനാക്ഷിയുടെ കൂടെ അമ്പലത്തിലേക്കോ എവിടേക്കോ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുകയാണ്. മീനാക്ഷി തുറന്ന് ചോദിക്കുന്നുണ്ട്, അല്ല ദേവിയെടുത്തി ഞാനൊരു കാര്യം ചോദിച്ചാൽ ദേവിയെടുത്തി സത്യം പറയാവോ എന്ന് പറയുമ്പോൾ, എന്താ മീനു എന്താണെങ്കിലും ചോദിച്ചോ എന്ന് പറയുമ്പോൾ, അല്ല ദേവിയെടുത്തി ആനന്ദേട്ടൻ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അതെന്താ മീനു നീ അങ്ങനെ ചോദിച്ചത്, അല്ല മുമ്പ് നിങ്ങൾ എങ്ങനെയായിരുന്നു എന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ രണ്ടുപേരും ഇപ്പൊ കാണുമ്പോൾ മിണ്ടുന്നില്ല, ചിരിക്കുന്നില്ല, നിങ്ങൾ രണ്ടുപേരും ഒന്ന് അടുത്ത് നിൽക്കുന്നത് പോലും ഞങ്ങളിപ്പോൾ കണ്ടിട്ടേ ഇല്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തുറന്ന് പറ ദേവിയെടുത്തി, ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കില്ലേ, ഓൾറെഡി ദേവിയെടുത്തേക്ക് ഇപ്പോൾ മനസ്സിൽ ഒരുപാട് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഗോമതി സ്റ്റോഴ്സിൽ പോകുന്നതുകൊണ്ട് മാത്രം ആ ഒരു സമയത്തേക്ക് മാത്രം ദൈവത്തിൻ്റെ മനസ്സ് ഒന്ന് കൺട്രോളിലാവുന്നുള്ളൂ, പക്ഷെ അത് കഴിയുമ്പോൾ വീണ്ടും പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നു ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, അതിനിടയ്ക്ക് ആനന്ദേട്ടന് തമ്മിൽ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ദേവിയെടുത്തും ഒരു മനുഷ്യ സ്ത്രീ അല്ലേ, ദേവിയെടുത്തിൻ്റെ ടെമ്പറും തെറ്റും, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തുറന്നു പറ, അല്ല ആനന്ദേട്ടന് എന്തെങ്കിലും ഉണ്ടോ, അതായത് ദേവിയെടുത്തി ആ കാരണമാണ് ആ കുഞ്ഞ് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് ഇത് ആനന്ദേട്ടൻ കുറ്റപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദേവി ആദ്യം ഒന്നും സത്യം പറയില്ല കേട്ടോ, അങ്ങനത്തെ ഒരു കുറ്റപ്പെടുത്തലും ഇല്ല, മീനുവിന്റെ തോന്നലാണ്, അങ്ങനെ ഒരിക്കലും ആനന്ദേട്ടൻ കുറ്റപ്പെടുത്തുന്നില്ല എന്നൊക്കെയാണ് ദേവി പറയണത്. പക്ഷെ മീനാക്ഷി വീണ്ടും വീണ്ടും ചോദിക്കേണ്ടത്, സത്യം പറ ദേവിയെടുത്തി, എന്തൊക്കെയോ പ്രശ്നം നിങ്ങൾ തമ്മിലുണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ ദേവിയെടുത്തിയായിട്ട് ഈ സത്യങ്ങളൊന്നും തുറന്നു പറയാത്തതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ബെഡ്റൂമിൽ വന്നിട്ട് ചോദിക്കാൻ പറ്റും എന്താ പ്രശ്നമെന്ന്, അതുകൊണ്ടാണ് ചോദിക്കണത്, അല്ല ആനന്ദേട്ടൻ അങ്ങനത്തെ എന്ത് തെറ്റിദ്ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ ആനന്ദേട്ടൻ തുറന്നു പറയാം എന്ന് പറയുമ്പോൾ ദേവി മനസ്സിൽ വിചാരിക്കുകയാണ്, ശരിക്കും പറഞ്ഞാൽ അത് തുറന്നു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ആനന്ദ് അപ്പോഴും ദേവിനെ കുറ്റപ്പെടുത്തത്തേ ഉള്ളൂ, പിന്നെ ദേവിയുടെ വീട്ടുകാരുടെ പ്രശ്നവും ദേവിയുടെ കള്ളത്തരവും എല്ലാം തന്നെ ആനന്ദിന് ആ ഒരു മാനസികമായിട്ട് ആനന്ദ് തളർന്നിരിക്കുകയാണ്, അതിൻ്റെ ഇടയ്ക്ക് ഇത് സത്യം പറഞ്ഞിട്ടും കാര്യമൊന്നും ഇല്ലെന്ന് ദേവിക്ക് നന്നായിട്ട് അറിയാം. ദേവി പറയണ്ടില്ല മീനു അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, എന്തിനുണ്ടെങ്കിൽ ഞാൻ പറയാതിരിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ മീനാക്ഷി തന്നെ ആ മഹാസത്യം കണ്ടുപിടിക്കുക കേട്ടോ, ആനന്ദും ദേവിയും തമ്മിൽ ഭയങ്കര പ്രശ്നമാണെന്നും കുഞ്ഞ് നഷ്ടപ്പെട്ടതിന് കാരണം ദേവിയാണെന്ന് പറഞ്ഞ് ദേവിനെ ഒരുപാട് വേദനിപ്പിക്കാറുണ്ടെന്നും ഒരുപാട് വഴക്ക് പറയാറുണ്ടെന്നും ദേവിനെ ഒരുപാട് കുറ്റപ്പെടുത്താറുണ്ടെന്നും അവർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുന്നത് എന്നുള്ള സത്യങ്ങളൊക്കെ മീനാക്ഷി മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയ മീനാക്ഷി പിന്നെ ദേവിയെടുത്ത് കാര്യങ്ങളൊന്നും ചോദിക്കാനോ പറയാനൊന്നും പോകുന്നില്ല, കാരണം ദേവി എന്തായാലും സത്യം പറയില്ലെന്ന് മനസ്സിലായി, ആനന്ദേട്ടനെ കുറ്റപ്പെടുത്തുന്ന തരത്തിലോ ആനന്ദേട്ടനെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലോ ഒന്നും തന്നെ ദേവി എടുത്തിയായിട്ട് പറയില്ല. അപ്പൊ അതുകൊണ്ട് മീനാക്ഷി ഒരു കാര്യം തീരുമാനിക്കുകയാണ്, സത്യങ്ങളൊക്കെ ആനന്ദേട്ടനോട് കണ്ട് സംസാരിച്ച് പറയണം, അല്ലെങ്കിൽ ഇവരുടെ ജീവിതം ഇങ്ങനെ തന്നെ പോകും, ബാക്കിയുള്ളവർ സുഖമായിട്ട് ജീവിക്കുമ്പോൾ ഇവർ മാത്രം ഒരു രീതിയിലും ഒത്തുപോകാത്ത രീതിയിൽ ജീവിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മീനാക്ഷി വിചാരിക്കുന്ന സത്യങ്ങളൊക്കെ ആനന്ദിനോട് തുറന്നു പറയാന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ മീനാക്ഷി തന്നെ മുൻകൈ എടുത്ത് ആ മഹാസത്യം ആനന്ദിനോട് പറയാൻ വേണ്ടി ഒരുങ്ങാണ്. ദേവിയെടുത്തിയല്ല ഇതിനെ കാരണം, എല്ലാത്തിനും കാരണം അവനാണ്, ആ അലോകാണെന്നുള്ള സത്യം. ഇതറിയുമ്പോൾ ആനന്ദിന് ദേഷ്യമൊക്കെ വരുന്നത് ശരിയാണെങ്കിലും ദേവിയെടുത്തുള്ള ദേഷ്യം അപ്പോഴും മാറില്ല കേട്ടോ, തമിഴിൽ അത് മാറത്തേയില്ല. പിന്നീട് ആനന്ദിന്റെ ജീവിതത്തിലേക്ക് വേറൊരു പെണ്ണ് കടന്നു വരുന്നുണ്ട്, അത് നമ്മുടെ ആനന്ദിന്റെ ആദ്യത്തെ കാമുകിയുണ്ടല്ലോ,
കഴിഞ്ഞുപോയ ആ പെണ്ണ് ഭർത്താവായിട്ട് ഒരു വേർപെടുന്ന സ്റ്റേജിലേക്ക് ആയി കേട്ടോ. അപ്പോൾ അവർ തമ്മിൽ വീണ്ടും അമ്പലത്തിൽ വെച്ച് കാണുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആനന്ദിന്റെ മനസ്സിലേക്ക് വീണ്ടും ആ പെണ്ണ് കയറി വരുവാണ്. കാരണം ദേവി ഒഴിഞ്ഞു പോയ സമയത്ത് കറക്റ്റായിട്ട് ആ പെണ്ണ് വരുന്നുണ്ട്. പക്ഷെ ആ പെണ്ണിവിടെ ജീവിതം തൊലക്കണമെന്നോ നശിപ്പിക്കണമെന്നോ ഒന്നും വിചാരിച്ചിട്ടൊന്നുമില്ല. ഇവർ തമ്മിൽ ആ ഒരു പഴയ ഒരു കൂട്ടും കാര്യങ്ങളൊക്കെ കൂടി അവസാനം ആ പെണ്ണിനും ആനന്ദിനോട് പഴയ ഇഷ്ടം വരികയും ആനന്ദിന് ആ പെണ്ണിനോട് പഴയ ഇഷ്ടം വരികയൊക്കെ ചെയ്യും. അങ്ങനെ അവർ തമ്മിൽ അടുക്കാനായിട്ട് തുടങ്ങും കേട്ടോ. ആനന്ദ് ആ പെണ്ണിന്റെ വാക്ക് വരെ കൊടുക്കും, ഞാൻ എൻ്റെ ഭാര്യേനെ, അതായത് അവളൊരു കള്ളിയാണ്, ദേവിയുടെ കാര്യങ്ങളെല്ലാം ആ പെണ്ണിനോട് പറയണം കേട്ടോ. ഇങ്ങനെ കള്ളം പറഞ്ഞിട്ടാണ് വിവാഹം കഴിച്ചത്, വിവാഹം നടത്തിയത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയണ്ടേ. അതുകൊണ്ട് തന്നെ ഞാൻ അവളെ ഉപേക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്, എന്നിട്ട് ഞാൻ നിന്നെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞ വാക്ക് കൊടുക്കാൻ പെണ്ണത് അമ്പലത്തിൽ വെച്ചിട്ട് സത്യം ചെയ്ത് കൊടുക്കും. അപ്പം അതുകൊണ്ടാണ് ആ പെണ്ണ് ആനന്ദിനെ ആഗ്രഹിക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പം അങ്ങനെ ആനന്ദും ആ പെണ്ണും കൂടുതൽ അടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ദേവിയുടെയും ഇതൊന്നും അറിയാതെ ദേവിയുടെയും ആനന്ദിന്റെ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടാണ് മീനാക്ഷി നടക്കുന്നത് കേട്ടോ. അങ്ങനെ മീനാക്ഷി ഇങ്ങനെ നോക്കുമ്പോൾ മീനാക്ഷിന് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അവർ തമ്മിൽ അടുക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുമ്പോഴും ആനന്ദ് ഒട്ടും തന്നെ അടുക്കുന്നില്ല. ദേവിയെടുത്തുള്ള ദേഷ്യം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മീനാക്ഷിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഈ ആനന്ദിന്റെ ദേവിയത്തിന് ഇത്രമാത്രം വെറുക്കാൻ കാരണം എന്താണെന്ന് നമ്മുടെ മീനാക്ഷി കണ്ടുപിടിക്കുകയാണ്. ആനന്ദിന്റെ മനസ്സിൽ ആ പഴയ കാമുകി കയറി പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ദേവിയെടുത്തെടുത്ത് ഇത്ര ദേഷ്യം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് നമ്മുടെ മീനാക്ഷി. ഈ കാര്യം ബാലനോടും ഗോമതിയെടുത്തും പറയുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്, നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ഇവരുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. അപ്പം നമ്മൾ തന്നെ വേണം അതൊന്ന് മുൻകൈ എടുത്തിട്ട് എന്താ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ദേവിയെടുത്തേക്ക് ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടും എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ആ സത്യം അറിയുമ്പോൾ ബാലനും ഗോമതിക്കൊക്കെ ഭയങ്കര ഷോക്കാവാണ്. അന്ന് നമ്മുടെ ആനന്ദ് ആനന്ദ് പഴയ സ്വഭാവമൊക്കെ ആകെ മാറും കേട്ടോ. ഇപ്പോൾ വേറൊരു രീതിയിലേക്ക് ആനന്ദ് പെരുമാറുന്നത്. അപ്പോൾ ആനന്ദ് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴേക്കും ഗോമതിയും ബാലനും ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആനന്ദ് ആദ്യം ഒന്നും സമ്മതിക്കില്ല. പിന്നീട് പറയണ്ടേ, എനിക്ക് ദേവീനെ മടുത്തു, എനിക്ക് അവളെ വേണ്ട, എനിക്ക് അവളെ ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോഴേക്കും ഒരൊറ്റ അടി വെച്ച് കൊടുക്കുകയാണ് ഗോമതി ആനന്ദിന്റെ മുഖത്തേക്കിടാ. നിനക്ക് നാണമില്ല ഇങ്ങനെ പറയാൻ, ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്നുള്ളത് ശരിയാണ്, അതിന്റെ പേരിൽ ഒരു ഭാര്യനെ ഇത്രമാത്രം വേദനിപ്പിച്ച് വേറൊരു പെൺകുട്ടിയുടെ അടുത്തേക്ക് പോകണം, നിന്നെ ഞങ്ങൾ അങ്ങനെയാണോ വളർത്തിയത്, ഞങ്ങളുടെ മക്കളിൽ ഏറ്റവും നീതി ന്യായമൊക്കെ നോക്കി നടക്കണത് നീ ആയിരുന്നില്ലേ, ഏട്ടൻ നീ എന്താണ് ഇങ്ങനെയൊക്കെ ആയതെന്ന് ചോദിക്കുമ്പോൾ അപ്പോഴൊന്നും ആനന്ദ് സമ്മതിക്കുന്നില്ല കേട്ടോ. എനിക്ക് ദേവീനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒറ്റക്കാലിൽ നിൽക്കുകയാണ് ആനന്ദ്. തമിഴിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ദേവിയും ആനന്ദും തമ്മിൽ ഇപ്പോഴും അകലിച്ച് തന്നെയാണ്, അവരൊന്നായിട്ടില്ല. അപ്പോൾ മലയാളത്തിലും ദേവിയും ആനന്ദും ഒന്നാകുമെന്ന് എനിക്ക് തോന്നുന്നൊന്നുമില്ല. അഥവാ ഈ ഒരു പെണ്ണിന്റെ കേസ് എന്തായാലും മലയാളത്തിലും വരും കേട്ടോ. ഈ ഒരു പഴയ കാമുകി തിരിച്ചു വരുന്ന കേസ് എന്തായാലും വരും. മാത്രമല്ല നമ്മുടെ തമിഴിൽ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ മലയാളത്തിൽ ഈ പെണ്ണ് വന്നാലും ചിലപ്പോൾ മലയാളത്തിലായതുകൊണ്ട് ചിലപ്പോൾ ആനന്ദും ദേവിയും കൂടെ ഒന്നിക്കാനും ചാൻസ് ഉണ്ട്. എന്തായാലും തമിഴിൽ ഇങ്ങനെയൊക്കെ ഭാഗങ്ങളാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ എന്തായാലും മീനാക്ഷിക്ക് സംശയം തോന്നിയ സ്ഥിതിക്ക് മീനാക്ഷി ഇനി ഇത് അന്വേഷിക്കുന്ന തിരക്കിലായിരിക്കും. ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇവർ തമ്മിൽ യഥാർത്ഥത്തിൽ പ്രശ്നം എന്താണ് എന്നൊക്കെ അന്വേഷിച്ച് നടക്കുന്ന മീനാക്ഷിനെ ആയിരിക്കും നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത്. അവസാനം മീനാക്ഷി തന്നെ സത്യങ്ങളൊക്കെ കണ്ടെത്തുകയും ചെയ്യും. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.